വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇമാജിനേറ്റീവ് വേർഡിനെ കുറിച്ചാണ്. നിങ്ങളുടെ മൊബൈലിലൊക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒരു ഗ്രൂപ്പ്. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ ആ ഗ്രൂപ്പിലേക്ക് പോയി നിങ്ങൾ പരസ്പരം ചാറ്റ് ചെയ്യുന്നു, ഫോട്ടോസ് കൈമാറുന്നു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ, കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഉള്ള ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ഇതുപോലെ തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിലുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ ഒരാൾ പറയണം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുകയാണ്. നിങ്ങൾ ഒരാൾ അമേരിക്കയിലോ ഒരാൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോയി പരസ്പരം അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്. അതെ, അതിനെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റാവേഴ്സ് എന്നും മെറ്റാവേഴ്സ് തീർക്കാൻ പോകുന്ന ഒരു മായിക ലോകത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്താണ് മെറ്റാവേഴ്സ്? മെറ്റാവേഴ്സ് എന്ന് പറയുന്ന വേർഡിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നത് 2021 ഒക്ടോബർ മാസത്തിൽ ഫേസ്ബുക്കിന്റെ CEO ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ് പറഞ്ഞു, ഇനി മുതൽ ഫേസ്ബുക്കിന്റെ പേര് മാറ്റിയിട്ട് ഞങ്ങൾ മെറ്റ എന്നാക്കാൻ പോവുകയാണെന്നും ഇനി ഫേസ്ബുക്ക് ഒരു മെറ്റാവേഴ്സ് കമ്പനിയാണെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് മെറ്റാവേഴ്സിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, എന്താണ് മെറ്റാവേഴ്സ് എന്ന്. അപ്പോൾ എന്തായാലും ഫേസ്ബുക്കിന്റെ പേര് മാറ്റിയിട്ട് മെറ്റാവേഴ്സ് ആക്കുമ്പോൾ തന്നെ ഇത് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ മെറ്റാവേഴ്സ് എന്താണെന്നും ഭാവിയിൽ മെറ്റാവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. യഥാർത്ഥത്തിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ടുള്ള ഒരു വേർഡാണോ? അല്ല. മെറ്റാവേഴ്സ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് യൂസ് ചെയ്തത് 1992 നീൽ സ്റ്റീഫൻസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്റർ, സയൻസ് ഫിക്ഷൻ എഴുതുന്ന ഒരു റൈറ്റർ ആദ്യമായിട്ട് യൂസ് ചെയ്ത വേർഡാണ് മെറ്റാവേഴ്സ്. അദ്ദേഹത്തിന്റെ സ്നോ ക്രാഷ് എന്ന് പറയുന്ന ഒരു നോവലില് ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ ഒരു വിർച്വൽ സ്പേസിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മെറ്റാവേഴ്സ് പറയുന്ന വേർഡ് തന്നെ വന്നത്. പക്ഷെ മെറ്റാവേഴ്സ് പറയുന്ന നമ്മളിപ്പം മാർക്ക് സക്കർബർഗ് പറഞ്ഞ മെറ്റാവേഴ്സ് യഥാർത്ഥത്തിൽ പുതിയ കാര്യമല്ല. പല കമ്പനീസും മെറ്റാവേഴ്സിന് വേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് മെറ്റാവേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നമ്മൾ നിത്യേന ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന 1-2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. AR, augmented reality എന്താണെന്ന് നമുക്ക് നോക്കാം. Augmented reality എന്താണ്? നമ്മൾ സാധാരണ മൊബൈലിൽ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ തലയിൽ ഒരു കൊമ്പ് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കരയുന്നത് പോലെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുമല്ലോ. അതായത് നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു സ്പേസിന്റെ പുറത്ത്, ഒരു റിയൽ വീഡിയോയുടെ പുറത്ത് ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു കാര്യം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്, ഇപ്പൊ ഈ കൊമ്പ് വരുന്നത് അല്ലെങ്കിൽ ഒരാൾ കരയുന്നത് പോലെ ആക്കുന്നതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്, അതായത് AR. ഇനി എന്താണ് VR? വിർച്വൽ റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു VR ഹെഡ്സെറ്റ് വെച്ചിട്ട്, നമുക്കറിയാം VR ഹെഡ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഈ കാണുന്ന പോലുള്ള ഒരു സാധനമാണ്. VR ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്കൊരു ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ ലോകത്തിലേക്കാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അതാണ് വിർച്വൽ റിയാലിറ്റി, അല്ലെങ്കിൽ അതിന് സാധാരണ യൂസ് ചെയ്യുന്നതാണ് VR ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് മിക്സഡ് റിയാലിറ്റി എന്താണെന്ന് നോക്കാം. മിക്സഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ വിർച്വൽ റിയാലിറ്റിയിൽ നമുക്ക് VR ഹെഡ്സെറ്റ് വേണമെന്ന് നമ്മൾ കണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ ആയിട്ട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോയുടെ പുറത്ത് ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. മിക്സഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിക്സഡ് റിയാലിറ്റിക്ക് നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ഒരു VR ഹെഡ്സെറ്റിന് പകരം ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ഹോളോ ലെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഈ നേരത്തെ വിർച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അത് നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്നത്, ഒരു ക്യൂബ് നമുക്കുണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ കയ്യിൽ. പക്ഷെ നമുക്ക് ഈ ഹോളോ ലെൻസ് യൂസ് ചെയ്തിട്ട് ക്യൂബിന്റെ ഇപ്പുറത്തെ സൈഡും കാണാൻ പറ്റും. പക്ഷേ ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ ഒരു സംഭവത്തിനെയാണ് ശരിക്കും മിക്സഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അത് റിയൽ ആയിട്ടുള്ള ഒരു വേൾഡിൽ നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മിക്സഡ് റിയാലിറ്റി. അപ്പോൾ ഈ മിക്സഡ് റിയാലിറ്റി, ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉള്ള ഒരു സംഭവത്തിനെയാണ് യഥാർത്ഥത്തിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെറ്റാവേഴ്സ്? മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അറിയാവുന്ന ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഗെയിമുണ്ട്. PUBG ഒക്കെ പോപ്പുലർ ആകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വളരെ
ത്രീ ഡയമെൻഷണൽ വ്യൂസ്, ഒരു ബിൽഡിങ്ങിൻ്റെതായാലും ശരി, ക്യാരക്ടേഴ്സിൻ്റെ ആയാലും 3 ഡയമെൻഷണൽ വ്യൂസ്. മൈൻഡ് ക്രാഫ്റ്റ് പോലെയുള്ള ഗെയിംസ് ഒക്കെ പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന എഫക്റ്റ് ആണ്. അപ്പോൾ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു VR ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതുപോലെയുള്ള ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു കുറേ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പോട്ടെ ഒരു മെറ്റാവേഴ്സിൻ്റെ ഒരു വേൾഡിൻ്റെ അകത്ത് മെമ്പറാണെന്ന് ഞാൻ വിചാരിക്കാം. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിയലി അതിലേക്ക് പോകുമ്പോൾ എനിക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള പല ആൾക്കാരും അവരും VR ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അതിലേക്ക് വരികയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് VR ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 5 പേര്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വരികയാണെങ്കിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അവരൊരു മെറ്റാവേഴ്സ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ലോകത്തിലേക്ക് പോകുന്നു. ഉദാഹരണം, ഒരു പാർക്ക്, മെറ്റാവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു പാർക്ക്, അവിടെ പോയിട്ട് 5 ആൾക്കാർക്ക് ഇരുന്ന് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് പരസ്പരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് സാധ്യമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിൽ തന്നെ 2 ആൾക്കാർക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അത് കൂടുതൽ സാധ്യമാക്കണം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇമ്മേഴ്സീവ് ടെക്നോളജിയുടെ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ. എന്താണ് ഇമ്മേഴ്സീവ് ടെക്നോളജി? അതായത് നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഗെയിംസിലൊക്കെ തന്നെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ എങ്ങനെ നമ്മളൊരു സ്ക്രീനിൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു VR ഹെഡ്സെറ്റ് വെക്കുന്നു, പക്ഷെ സെയിം ടൈം തന്നെ നമുക്കൊരു അനിമേറ്റഡ് ഫീലിംഗ് അത് തരുന്നുണ്ട്. പക്ഷേ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്കൊരു ഫീലിംഗ് വരികയാണ്, അത് റിയൽ ലൈഫ് വേൾഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പൈസ, ക്യാഷ് ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനീസ്, ആപ്പിൾ പോലെയുള്ള കമ്പനീസ്, മൈക്രോസോഫ്റ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫ് ഫീലിംഗ് തരുന്ന സ്ക്രീൻസ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് വേൾഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവരൊക്കെ. അപ്പോൾ ഫേസ്ബുക്ക് പറയുന്ന മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും അവതാർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ഒരു മെറ്റാവേഴ്സ് വേൾഡിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു അവതാർ, ഞാനത് ഇപ്പോൾ ഹാഷിം എന്ന് പറയുന്ന ഒരു അവതാർ ഞാൻ എടുത്തു, അത് ഞാൻ വെയർ ചെയ്തു, അതിനുശേഷം ഞാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നു, അവർക്കൊക്കെ ഒരു അവതാർ ഉണ്ടാവും. അപ്പോൾ പരസ്പരം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്? ഭാവിയിൽ ഇപ്പോൾ നമുക്ക് ഈ ഓൺലൈനായിട്ട് ക്ലാസ്സസ് ഉള്ള കാര്യങ്ങൾ അറിയാം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂമോ ഒക്കെ യൂസ് ചെയ്തിട്ട് പല ആൾക്കാരെ ഇന്ററാക്ട് ചെയ്യുന്നു. നമ്മൾ സ്ക്രീനിന്റെ മുന്നിലിരിക്കുന്നു. അപ്പോൾ വേറെ ക്ലാസ് ടീച്ചർ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് പഠിപ്പിക്കുന്നു. ഇതിങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ. പക്ഷേ ഒരു മെറ്റാവേഴ്സിന്റെ ലോകം എന്ന് പറയുമ്പോൾ റിയൽ ലൈഫ് ക്ലാസ്സിൽ പല സ്റ്റുഡൻസ് ഇരിക്കുന്നു, ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നതൊക്കെ കുറച്ചും കൂടെ വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് സാധ്യമാക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിലൊക്കെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് യഥാർത്ഥത്തിൽ മെറ്റാവേഴ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ, സെയിൽസിൽ, നിങ്ങൾക്കൊരു കാർ വാങ്ങണമെന്ന് വിചാരിക്കും. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർ ചിലപ്പോൾ നിങ്ങളൊരു കാറിന്റെ ഫോട്ടോസ് അയച്ചിരുന്നു അല്ലെങ്കിൽ വീഡിയോസ് അയച്ചിരുന്നു. നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷോറൂമിലേക്ക് പോകും. ഷോറൂമിലേക്ക് പോയി അത് ഓടിച്ച് നോക്കിയതിന് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മെറ്റാവേഴ്സിന്റെ വേൾഡിൽ സപ്പോസ് നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങളൊരു VR ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു സെയിൽസ് പേഴ്സൺ ഇത് വെയർ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളെ ഒരു കാറിനകത്തേക്ക് കൊണ്ടുപോവുകയും അത് ഓടിച്ച് റിയൽ ലൈഫിൽ നിങ്ങൾ ഓടിക്കുന്ന അതേ ഒരു ഫീലിങ്ങോടുകൂടി തന്നെ നിങ്ങൾക്ക് അത് വാങ്ങാനും പറ്റും. കാർ വാങ്ങുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ വളരെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണമാണ്. നിങ്ങൾക്കൊരു ഡ്രസ്സസ് ഒക്കെ വാങ്ങണം. ഇപ്പൊ നിങ്ങൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി വാങ്ങാറുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഒരു പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരുമ്പോഴായിരിക്കും അതിന്റെ സാധനം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ, നിങ്ങൾ വാങ്ങി ഓർഡർ ചെയ്ത മെറ്റീരിയലും ഇതും നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ ഒരു മെറ്റാവേഴ്സ് വേൾഡിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് നിങ്ങൾക്ക് പോയി ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുകയും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മിററിന്റെ മുമ്പിൽ നിന്ന് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ നോക്കാനായിട്ടൊക്കെ പറ്റുമായിരിക്കും. അപ്പൊ ഇതുപോലെ ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് മില്യൺ കണക്കിന് പൈസ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്കിന്റെ ഓൾറെഡി തന്നെ ഓക്കുലസ് എന്ന് പറയുന്ന ഒരു കമ്പനി വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു VR ഹെഡ്സെറ്റ്സ് ഓൾറെഡി തന്നെ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങി. പക്ഷേ ഇപ്പൊ നമുക്ക് അറിയാം VR ഹെഡ്സെറ്റിന്റെ ഈ ഒരു ഷേപ്പും അതിന്റെ ഒരു തിക്നെസ് ഒക്കെ വെച്ച് ഇതിന് എത്രത്തോളം അക്സെപ്റ്റൻസ് വരുമെന്നുള്ള കാര്യം വളരെ സംശയമാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ TV ഒക്കെ എങ്ങനെയാണ് പരിണമിച്ചിട്ടുള്ളതെന്ന്. ആദ്യം CRT TV ആയിരുന്നു, പിന്നെ ഇപ്പൊ വളരെ സ്ലിം ആയിട്ടുള്ള LED TV, LCD TV, അങ്ങനെ പല പല TV മോഡൽസ് വന്നില്ലേ. അതുപോലെ തന്നെ VR ഹെഡ്സെറ്റ് ഒക്കെ നാളെ ഇപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്പെക്സ് പോലെ തന്നെ വളരെ പോപ്പുലർ ആക്കിയാൽ ഭാവിയിൽ ഒരുപാട് ആൾക്കാർ ഈ മെറ്റാവേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ മെറ്റാവേഴ്സ് ഇപ്പൊ എങ്ങനെയാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ പോപ്പുലർ ആകുന്നത് അതുപോലെ തന്നെ പോപ്പുലർ ആകാനുള്ള സാധ്യതയും ഉണ്ട്. ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മെറ്റാവേഴ്സിന്റെ ഒരു പെനട്രേഷൻ കൂടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ
ഒരാൾ വീഡിയോ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് തന്നെ ചിലപ്പോൾ മെറ്റാവേഴ്സിലും കൂടെ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു 3 ഡയമെൻഷണൽ വ്യൂസിൽ പല കാര്യങ്ങളും കാണിച്ചു തരുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഒരുപാട് റെവല്യൂഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മെറ്റാവേഴ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ മെറ്റാവേഴ്സിന് സാധിക്കും എന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഒരു മെറ്റാവേഴ്സ് ലോകത്തിൽ പോയി നിങ്ങളൊരു കാർ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങണം. അപ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധ്യതയുള്ളത് ബിറ്റ് കോയിൻ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഭാവിയിൽ ഒരുപക്ഷെ ക്രിപ്റ്റോ കറൻസി ഒക്കെ വളരെ പോപ്പുലാരിറ്റി ഉണ്ടാകുന്നത് മെറ്റാവേഴ്സിൽ കൂടെ ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓൾറെഡി തന്നെ പല കമ്പനീസും ഒരു മെറ്റാവേഴ്സിൽ അവരുടെ ലോഗോ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. കാരണം ഇതിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പോപ്പുലാരിറ്റി തന്നെയാണ്. മെറ്റാവേഴ്സിനെ ഇന്റർനെറ്റിന്റെ അടുത്ത വേർഷനായിട്ട് കമ്പയർ ചെയ്യുന്നവരുമുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ പല ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാവേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാം. അതായത് മെറ്റാവേഴ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ലോകം എന്ന് പറയുന്ന പോലെ ഒരു പുതിയ വേൾഡ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയും അതുകൊണ്ട് അതിൽ കൂടി നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്നത് മെറ്റാവേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ മെറ്റാവേഴ്സിനെ കുറിച്ചും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.